കോടതിയിൽ ഈ കേസ് ഇനി വരുമ്പോൾ നാളെ ഒരു കേസ് വരാനിരിക്കുകയാണ് അല്ലേ, നാളെ 2 കേസുകൾ വരാനിരിക്കുകയാണ്. ഈ പറയുന്ന ആ പ്രൊഡ്യൂസറുടെ കേസും രഞ്ജിനിയുടെ കേസും നാളെ രാവിലെ കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അവിടെ കോടതി എന്തൊക്കെ കമൻറ്റ് നടത്താൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സെപ്റ്റംബർ 10-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ഈ റിപ്പോർട്ട് കോടതിയുടെ കയ്യിൽ കിട്ടിയാൽ കോടതി എന്താണ് എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പവറിനൊന്നും കയറിയിട്ട് അവിടെയൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2, ജനങ്ങളിത് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സർക്കാരിനും അവർ ഈ തുടർന്ന് വരുന്ന അവരുടെ സമ്മർദ്ദം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളതിന് തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യത്തിനകത്താണെങ്കിലും റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച കാര്യത്തിനകത്താണെങ്കിലും ഇപ്പോൾ SIT ഉണ്ടാക്കിയ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇട്ടാണ് സർക്കാർ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിന് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അധികം വൈകാതെ ഈ പവർ ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.